ഈ നൂറ്റാണ്ടിന് വലിയൊരു മിസ്റ്റിക് ആയിരുന്ന തെരേസ ന്യൂമാൻ. പരിശുദ്ധ കുർബാനയുടെ ജീവിതമായിരുന്നു, ദിവ്യകാരുണ്യത്തിന്റെ പ്രേക്ഷിതയായിരുന്നു തെരേസ ന്യൂമാൻ. കർത്താവിന്റെ ഒരു വിക്ടിം സോൾ ആയിരുന്നു. ജർമ്മനിയിലെ കൊണേഷ്യസ് റൂത്തിലാണ് അവൾ ജനിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പത്തിൽ തന്നെ അവൾക്ക് ഈശോയുടെ മിഷണറി ആകാനുള്ള ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ആഫ്രിക്കയിൽ പോയി കർത്താവിന് മിഷൻ ചെയ്യണം, ആഫ്രിക്കയിൽ പോയി കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യണം. ഇങ്ങനെ ഒരു മിഷണറി ചൈതന്യത്തിൽ ജീവിച്ചവളായിരുന്നു. എന്നാൽ തൻ്റെ 20-ാമത്തെ വയസ്സിൽ അടുത്ത് സംഭവിച്ച ഒരു തീപിടുത്തത്തിലെ, അവളെ തൊട്ടരികിൽ സംഭവിച്ചൊരു തീപിടുത്തത്തിലെ എൻ്റെ സഹോദരങ്ങളെ, ഇവൾ തളർവാദം പിടിപെടുകയാണ്. അവളുടെ ശരീരം തളർന്നു പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അവൾ അന്ധത ബാധിച്ചു. അവളുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ എല്ലുകളൊക്കെ ദ്രവിക്കുന്ന അസുഖം അവളെ കടന്നുകൂടി. എല്ലുകൾ ദ്രവിക്കുന്ന എന്ന് പറഞ്ഞാൽ അവൾ രോഗശൈലായി, അവൾ തളർന്ന് കിടപ്പായി. ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് അവൾ. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. ഈ തളർന്ന് കിടക്കുന്ന അവസ്ഥയിലും കർത്താവിനോടുള്ള അധികമായ സ്നേഹത്തിൽ അവൾ വളരുകയാണ്. ഈ സഹനങ്ങളും വേദനകളും അവളെ തളർത്തിയില്ല, അവളെ വിശ്വാസം ക്ഷയിപ്പിച്ചില്ല. അങ്ങനെ കർത്താവിനോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും അവൾ നാൾക്കുനാൾ വളരാൻ തുടങ്ങി. 1923 ഏപ്രിൽ 29 കൊച്ചുത്രേസ്യ പുണ്യവതിയെ സഭയിൽ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ദിനം. അവൾ പ്രത്യേകം നൊവേനകളൊക്കെ ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, അവളിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ്. ആ ശബ്ദം ഇപ്രകാരമാണ്: തെരേസ്, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഉടനെ ആ രോഗക്കിടക്കയിൽ കിടന്ന് തെരേസ ന്യൂമാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, ദൈവഹിതം നിറവേറപ്പെടുകയാണ് എൻ്റെ സന്തോഷം. ഞാൻ ജീവിച്ചാലും സുഖപ്പെട്ടാലും സുഖപ്പെട്ടില്ലെങ്കിലും ഞാൻ മരിച്ചാലും കർത്താവിൻ്റെ തിരുഹിതം നിറവേറപ്പെടണം. കർത്താവിൻ്റെ ഹിതത്തിൽ എനിക്ക് എപ്പോഴും ആയിരിക്കണം, എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കർത്താവ് അവളോട് സംസാരിച്ചു, എൻ്റെ മകളെ, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. അങ്ങനെ അവൾ അത്ഭുതകരമായ രോഗശാന്തി കിട്ടുകയാണ്. തളർവാദത്തിന് അവൾ എഴുന്നേൽക്കും, അവളുടെ അന്ധത മാറും, അവൾക്ക് കാഴ്ച കിട്ടും. അവള് പിന്നെ വളരെ ആക്റ്റീവായിട്ട് ജോലികൾ ചെയ്യുന്ന പല വീഡിയോസ് നമുക്ക് ഇന്ന് യൂട്യൂബിലൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, വരും നാളുകളിൽ നീ ഒത്തിരിയേറെ സഹിക്കേണ്ടി വരും, ഒരുപാട് സഹനങ്ങൾ നിനക്കുണ്ടാകും. അത് ലിറ്ററലി അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. 1926 മാർച്ച് മാസം 5-ാം തീയതി തെരേസ ന്യൂമാൻ എന്ന് പറയുന്ന ശുദ്ധാത്മാവിന്റെ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ച തെരേസയുടെ ഹൃദയത്തിൽ ആഴത്തിലൊരു മുറിവ് കിട്ടുകയാണ്, ഒരു തിരുമുറിവ് കിട്ടുകയാണ്. സഹോദരങ്ങൾ, തിരുമുറിവ് ലഭിക്കുകയാണ്. ഒപ്പം കർത്താവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ചും ഗെത്സമനെ കുറിച്ചുള്ള ദർശനങ്ങൾ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. അവള് ഒരു ബലിയാത്മാവായി 1923 മുതൽ 1962 വരെ 40 വർഷം, നിങ്ങൾ ശ്രദ്ധിക്കണമേ, 40 വർഷം പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചവൾ ജീവിച്ചു. 1926 മുതല് അവൾ വെള്ളം ജലവും നിർത്തി. അവൾക്ക് കുർബാന നൽകി അവൾ ആത്മീയ പിതാവ് ഫാദർ നേബർ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹിറ്റ്ലറി നാസി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇവള് ജർമ്മനിയിൽ ജീവിക്കുന്നത്. ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു, നാസി ഗവൺമെന്റ് ചെയ്തത് ഇവളുള്ള റേഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇവൾക്ക് ആഹാരം വേണ്ടല്ലോ, ഭക്ഷണം വേണ്ടല്ലോ. അതുകൊണ്ട് ഇവളുടെ റേഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് പകരം അവളുടെ സോപ്പിന്റെ റേഷൻ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. എന്തിനാണ് സോപ്പിന്റെ റേഷൻ വർദ്ധിപ്പിച്ചത്? അവളുടെ വസ്ത്രങ്ങൾ അലക്കണ്ട്. ആ വസ്ത്രങ്ങൾ നോക്കി നിങ്ങൾ, അതിലൊക്കെ തിരുരക്തത്തിന്റെ കറകളാണ്, ചോരയുടെ കറകളാണ്. അപ്പൊ ഒത്തിരി വസ്ത്രങ്ങൾ അവളിങ്ങനെ മാറേണ്ടി വരും. അവിടെ എല്ലാം തിരക്തം വന്ന്. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നാസി ഗവൺമെന്റ് അവളുടെ സോപ്പിന്റെ റേഷൻ വർദ്ധിപ്പിക്കുകയാണ്. അവൾ ഒരു ശുദ്ധാത്മാവായിട്ട് ജീവിച്ചു. 1927 ജൂലൈ മാസം ഡോക്ടർ സെയ്തി, ഓട്ടോ സെയ്തി,
അദ്ദേഹം അവളെ നോക്കി പരിശോധിച്ചു. ആ സംഘം പരിശോധിച്ചു. 15 ദിവസം അവളെ വിശദമായി പരിശോധിച്ചു. അവർ പറഞ്ഞു, വർഷങ്ങളായി ഇവളുടെ ശരീരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ചെന്നിട്ട് അവര് അത് പ്രൂവ് ചെയ്യുകയാണ്. റാറ്റിസ്ബോൺ ബിഷപ്പ് നിയമിച്ച കാൾസ്റ്റർ അദ്ദേഹവും ഇവളെ പരിശോധിച്ച് അദ്ദേഹം ഡിക്ലെയർ ചെയ്ത കാര്യം എന്താണെന്നറിയോ? 3 കാര്യങ്ങളാണ് തെരേസ ന്യൂമാൻ ദീർഘനാളത്തെ ഉപവാസത്തിലൂടെ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അതൊന്ന് കർത്താവിന്റെ വചനമാണ്. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവന് വിശക്കില്ല, എന്റെ രക്തം കുടിക്കുന്നവന് ദാഹിക്കില്ല. കർത്താവിന്റെ വാക്കുകള് ആക്ഷരികമായി തെരേസ ന്യൂമാനിൽ നിറവേറുകയാണ്. അദ്ദേഹം പറഞ്ഞ 3 വാക്കുകള് അത് ഇപ്രകാരമാണ് പറഞ്ഞത്. തെരേസ ന്യൂമാന്റെ ദീർഘകാല ഉപവാസം ലോകത്തിന് പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വെളിവാക്കുന്നു. രണ്ടാമത്, തിരുവോസിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥത്തിൽ ക്രിസ്തു സന്നിഹിതനാണെന്ന് തെളിയുന്നു. അതുപോലെ അപ്പമല്ല, ഗോതമ്പിന്റെ കഷണമല്ല, ജീവിക്കുന്ന കർത്താവിന്റെ ശരീര രക്തങ്ങളാണെന്ന് തെളിയുന്നു. മൂന്നാമത്, അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പരിശുദ്ധ കുർബാനയിലൂടെ ഭൗതിക ജീവൻ നിലനിർത്താനാകുമെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ് തെരേസ ന്യൂമാന്റെ ജീവിതം. 40 വർഷം, 4 ദിവസമല്ല, 40 വർഷം ജലപാനമില്ലാതെ, മറ്റാഹാരങ്ങളില്ലാതെ പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചുകൊണ്ട് തെരേസ ന്യൂമാൻ ജീവിക്കുകയാണ്.